ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു റയൽ വിജയിച്ചിരുന്നത്. ആദ്യ പാദത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് റയൽ വിജയിച്ചിരുന്നു. പക്ഷേ രണ്ടാം പാദത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ പിറകിൽ പോയി. ഇതോടുകൂടിയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസിന്റെ പെനാൽറ്റി ക്യാൻസൽ ചെയ്തത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. അദ്ദേഹം പെനാൽറ്റി എടുക്കുന്ന സമയത്ത് 2 തവണ ബോളിൽ ടച്ച് ചെയ്തു എന്നാണ് റഫറി കണ്ടെത്തിയിട്ടുള്ളത്. വാർ പരിശോധിച്ചതിന് ശേഷം റഫറി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വിഭാഗം ആരാധകരും അതുപോലെ തന്നെ നിരീക്ഷകരും ഒക്കെ ഇപ്പോൾ വാദിക്കുന്നുണ്ട്. എന്നാൽ അത് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഹൂലിയൻ ആൽവറസ് അവിടെ സ്ലിപ്പാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പരിശീലകനായ ഡിയേഗോ സിമിയോണി പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. ഹൂലിയൻ 2 തവണ ബോളിൽ ടച്ച് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: 2 തവണ ബോൾ ടച്ച് ചെയ്തോ എന്ന് നിങ്ങൾ ഹൂലിയനോട് ചോദിച്ചോ? അതിന് ഡിയേഗോ സിമിയോണി നൽകിയ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ അത് കണ്ടോ? ആരെങ്കിലും അത് കണ്ടോ? എന്താണ് നിങ്ങൾ കണ്ടത്? നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം 2 തവണ ടച്ച് ചെയ്തതായി കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തു, ധൈര്യമായി കൊണ്ട് ഉയർത്തിക്കോളൂ. ഞാൻ ഹൂലിയനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇതാണ് ഡിയേഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത്. അതായത് ആരും തന്നെ അത് കണ്ടിട്ടില്ല, ഹൂലിയൻ 2 തവണ ടച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഡിയേഗോ സിമിയോണി ഇപ്പോൾ വാദിക്കുന്നത്. ഏതായാലും ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് പുറത്തു പോയതിന് പിന്നാലെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അത്ലറ്റിക്കോയുടെ ആരാധകരും അതുപോലെ തന്നെ മറ്റുള്ള എതിർ ആരാധകരും ഒക്കെ ഇപ്പോൾ നടത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.